ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സുകളും അതുപോലെ തന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളും എല്ലാം ഇന്നത്തെ ഒരു കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് കൊറിയർ ചാർജ് നൽകാതെ തന്നെ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. കോംബോ ഓഫറിൽ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് ഫ്യൂഷ്യ പ്ലാന്റ്സ് ആണ്. ഡാൻസിങ് ഡോൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത് കോമൺ ആയിട്ട്. അത് നിങ്ങൾക്ക് ഈ ഫ്ലവർ കാണുമ്പോൾ തന്നെ അറിയാലോ, ഡാൻസ് കളിക്കുന്ന ഒരു പാവക്കുട്ടിയെ പോലെ തൂങ്ങി തൂങ്ങി കിടന്ന് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് എല്ലാവർക്കും തന്നെ കാണാൻ വളരെ ഇഷ്ടമാണ്. ഇതിൻ്റെ 3 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പ്ലാന്റ്സുകൾക്ക് 3 പ്ലാന്റിന് വരുന്ന പ്രൈസ് 499 രൂപയാണ്. വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. അടുത്തതായിട്ട് ഏഞ്ചൽ ട്രംപറ്റ് ആണ്. ഏഞ്ചൽ ട്രംപറ്റിൻ്റെ 2 കളേഴ്സ് നിലവിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ 2 കളറിനും കൂടെ വരുന്ന പ്രൈസ് 199 രൂപയാണ്. ആദ്യം നമ്മളെടുത്ത് ഈ ഒരു പീച്ച് കളറ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വൈറ്റും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ, പെട്ടെന്ന് തന്നെ പൂക്കളാകുന്നതും കൂടുതൽ പരിചരണമില്ലാതെ വളർത്താനും പറ്റിയ ഒരു പ്ലാന്റാണ് ഏഞ്ചൽ ട്രംപറ്റ്. ഈ സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ച് ഇതിൻ്റെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഈ ഒരു ഏഞ്ചൽ ട്രംപറ്റ് പ്ലാന്റിൽ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് പോട്ടിലൊക്ക 10 മണി പ്ലാന്റ്. 10 മണി പ്ലാന്റിൻ്റെ 30 കളേഴ്സാണ് കേട്ടോ. 30 ഡിഫറെൻറ്റ് കളേഴ്സ് ഇതുപോലെ ഡബിൾ ഷെയ്ഡും ഡബിൾ പെറ്റലും ഒക്കെ അടങ്ങുന്ന 30 പ്ലാന്റ്സുകളുടെ 2 കട്ടിങ് വീതം, ഓരോ കട്ടിങ് അല്ല, ഈ 2 കട്ടിങ് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 30 കളേഴ്സിൻ്റെ പ്ലാന്റിനും കൂടെ ഇത്രയും പ്ലാന്റ്സുകൾ ഉണ്ടാകും. ഇത്രയും പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 370 രൂപ. അടുത്തതായിട്ട് വരുന്നത് തമ്പർജിയ പ്ലാന്റ്സുകളാണ്. തമ്പർജിയ കോക്സീനിയ, തമ്പർജിയ മൈസൂർ ആൻസിസ്, അതുപോലെ തന്നെ വെരിഗേറ്റഡ് തമ്പർജിയ നമ്മൾ ഫസ്റ്റ് കണ്ടു. ഇങ്ങനെ ഈ 3 വെറൈറ്റീസിൻ്റെ പ്ലാന്റ്സുകൾ ഇതുപോലെ നല്ല വെൽ റൂട്ടഡായി വള്ളിയൊക്കെ വീശി തുടങ്ങിയ പ്ലാന്റ്സുകളാണ്. ഇതിൻ്റെ 3ൻ്റെ പ്രൈസ് വരുന്നത് 245 രൂപ മാത്രമാണ് കേട്ടോ. അടുത്തതായിട്ട് ജക്രാന്ത പ്ലാന്റ് ആണ്. ജക്രാന്ത ഒരു ഫ്ലവറിങ് ട്രീ ആണ്. എങ്കിലും നമുക്കിതിനെ പോട്ടിലൊക്കെ വളർത്തിയിട്ട് വെട്ടി ഒതുക്കി നിർത്തുകയാണെങ്കിൽ പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ പൂക്കളാകും. ഇതിൻ്റെ 2 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 350 രൂപയാണ്. അടുത്തതായിട്ട് ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റും അടങ്ങുന്ന ഒരു കോംബോ ഓഫറാണ്. ഗോൾഡൻ ഗാർഡീനിയയുടെ ഒരു പ്രത്യേകത, വിരിയുന്ന സമയത്ത് ഒരു വൈറ്റ് ഷെയ്ഡിലായിരിക്കും, പിന്നീട് അതൊരു ഓഫ് വൈറ്റിലേക്ക് മാറി പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടാണ് കൊഴിഞ്ഞു പോകുന്നത്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഗോൾഡൻ ഗാർഡീനിയയ്ക്കും ഗാർഡീനിയ പ്ലാന്റ്സിനുമുള്ളത്. ഗാർഡീനിയ പ്ലാന്റ്സിനാണെങ്കിൽ മൾട്ടി പെറ്റൽ പൂക്കളായിരിക്കും. ഡോഫ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ അധികം ഹൈറ്റ് വയ്ക്കാതെ പൂക്കളുണ്ടാകുന്നു. 2 പ്ലാന്റിന് 165 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് 5 വെറൈറ്റീസ് ഹൈഡ്രാഞ്ചിയാണ്. 5 കളേഴ്സിലുള്ള ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സുകളാണ്. കളേഴ്സൊക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. ഈ 5 പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് 350 രൂപയാണ് കേട്ടോ. എല്ലാം തന്നെ ഡോഫ് വെറൈറ്റിയാണ്. അതുകൊണ്ട് ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല, ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല പ്ലാന്റിന്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ പെട്ടെന്ന് പൂക്കളാവുകയും ചെയ്യുന്നു. ചെറിയൊരു ഷെയ്ഡിൽ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് സ്രബാണ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾ ഒരു പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ഷെയ്ഡിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് വരുന്നത് ശ്രിമ്പ് പ്ലാന്റ് ആണ്. ശ്രിമ്പ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഒരു ചെമ്മീനോടൊക്കെ സാദൃശ്യം തോന്നുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. ലോലിപോപ്പിൻ്റെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ലൈറ്റ് യെല്ലോ, ഡാർക്ക് യെല്ലോ, പിന്നെ റെഡ്. ഈ യെല്ലോ ശരിക്കും ഒരു ഗ്രീൻ കളറാണ് തോന്നുന്നത്. നെക്സ്റ്റ് വൺ റെക്സ് ബിഗോണിയാസ് ആണ് കേട്ടോ. റെക്സ് ബിഗോണിയൻ്റെ ഒരുപാട് കളേഴ്സ്, ഒരുപാട് വെറൈറ്റീസ് നമ്മളെടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ വെറൈറ്റീസും ഒരുപാട് ഒരേ അളവിലുള്ള പ്ലാന്റ്സുകളല്ല ഉള്ളത്. അതുകൊണ്ട് 10 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ കളേഴ്സ് നിങ്ങൾ പറയുന്ന കളേഴ്സ് സെലക്ട് ചെയ്ത് തരാനായിട്ട് സാധിക്കില്ല. 10ഉം ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും, അതായത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും. ഈ 10 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 499 രൂപയാണ്. ജിഫിയിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയക്കുക. റെക്സ് ബിഗോണിയയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ പൂക്കളേക്കാൾ ഭംഗി ഇതിൻ്റെ ലീഫുകൾക്കാണ്. ഇതിപ്പോൾ മെച്ചുറായി വരാത്ത പ്ലാന്റുകളായതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു കളേഴ്സും പാറ്റേണും ഒന്നും മനസ്സിലാവാത്തത്. കുറച്ചൊന്ന് മെച്ചുറായി തുടങ്ങുമ്പോഴാണ് ആ കറക്റ്റ് ഭംഗി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആണെങ്കിൽ 3 രീതിയിലുണ്ട് കേട്ടോ.
ലീഫ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റെമ്മുകൾ കട്ടിങ്സ് ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റൈസോമിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചകിരിച്ചോറ് കൂടുതലുള്ളൊരു പോട്ടി മിക്സ് അല്ലെങ്കിൽ മണൽ അടങ്ങിയ ഒരു പോട്ടി മിക്സാണ് നല്ലത്. അതായത് നന്നായിട്ട് വേരോട്ടം കിട്ടണം, അതുപോലെ തന്നെ അല്പം പോലും വെള്ളം തങ്ങി നിൽക്കരുത്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ റൂട്ട് വന്നിട്ട് പ്ലാന്റ് ഡാമേജ് ആയി പോകും. അതുകൊണ്ട് നന്നായിട്ട് നനവ് വേണം, എങ്കിൽ കൂടിയിട്ടും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ളൊരു പോട്ടി മിക്സ് ആയിരിക്കുകയും വേണം. നിങ്ങളിതിൽ ഏത് പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്താലും, അതായത് ഈ ഒരു ബിഗോണിയ കോംബോ മാത്രമല്ല ഏത് കോംബോസ് ആയാലും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുത്തു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് തരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻസ് എടുക്കുകയോ ചെയ്യുന്ന കൂടെ അയച്ചു തരുന്നതാണ്. ഞാൻ ഈ കാര്യം എല്ലാ വീഡിയോസിൻ്റെയും അവസാനം പറയാറുണ്ട്. അതുകൊണ്ട് കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കാണ്ട് പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഒന്നും കൂടെ എടുത്ത് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് വൺ ബുഷ് ജെറേനിയം പ്ലാന്റ് ആണ്. ബുഷ് ജെറേനിയത്തിൻ്റെ 10 കളേഴ്സിൻ്റെ കോംബോയാണ് കേട്ടോ. 10 പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് 999 രൂപയാണ്. ഇനി 5 പ്ലാന്റ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് കോംബോ ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ 5 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 650 രൂപയാണ്. ഇതെല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് പോസ്റ്റൽ വഴി അയച്ചു തരുന്നൊരു പ്രൈസാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മാൻഡിവില്ല പ്ലാന്റ് ആണ്. മാൻഡിവില്ലയുടെ സിന്തേരി വെറൈറ്റിയാണ് കേട്ടോ, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഒരുപാട് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്ത് പോവില്ല. എന്നാൽ നമ്മൾ കട്ട് ചെയ്യാതൊക്കെ ഇങ്ങനെ ക്രീപ്പ് ചെയ്യാനുള്ളൊരു ഇത് വിട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളർന്നു പോവുകയും ചെയ്യും. പൂക്കളൊക്കെ ആയി തുടങ്ങിയ ഈ ഒരു സൈസിലുള്ള ട്രേ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. 3 പ്ലാന്റ്സിന് 370. അടുത്തായിട്ട് വരുന്നത് ജാക്കോബിന പ്ലാന്റ് ആണ്. ജാക്കോബിനയുടെ 5 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കളേഴ്സൊക്കെ നിങ്ങൾ കറക്റ്റ് വീഡിയോയിൽ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം തന്നെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അല്പം മണ്ണോട് കൂടിയിട്ടാണ് പ്ലാന്റുകൾ അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണമെന്നില്ല. ആ കവറിലേക്ക് അല്പം മണ്ണിട്ട് വെച്ച ശേഷം ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് പതുക്കെ റിപ്പോർട്ട് ചെയ്താലും മതിയാകും. ഇപ്പോൾ അത്യാവശ്യം ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലൈമറ്റിലേക്കൊന്ന് പിടിച്ച ശേഷം റിപ്പോർട്ട് ചെയ്ത് വെച്ചാലും മതി. 5 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 399 രൂപയാണ്. അടുത്തതായിട്ട് കലാത്തിയ പ്ലാന്റ്സ് ആണ്. കലാത്തിയയുടെ 5 വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 5 പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് 399 രൂപയാണ്. തീരെ ചെറിയ പ്ലാന്റ്സുകളൊന്നുമല്ല, ഡബിൾ ഷൂട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത്. ഈ 5 വെറൈറ്റീസാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പ്ലാന്റ്സും നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണേ. അല്ലാതെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയ ശേഷം എൻക്വയറി ചെയ്തിട്ട് നമ്മളോട് ഫോട്ടോ ഇട്ട് തരുന്നതിന് പകരമായിട്ട് നിങ്ങൾ കറക്റ്റ് ഒന്ന് വീഡിയോ കണ്ടാൽ മതിയാവും. അടുത്തതായിട്ട് ലെഗസ്ട്രോമിയ പ്ലാന്റ് ആണ്. ലെഗസ്ട്രോമിയയുടെ 3 കളേഴ്സാണുള്ളത്. പിങ്ക്, വൈറ്റ്, റെഡ്, ഇങ്ങനെ 3 കളേഴ്സാണ്. ഈ റെഡിൻ്റെ ലീഫും ഒരു ബ്ലാക്ക് ഷെയ്ഡിലായിരിക്കും. അപ്പോൾ ചിലരൊക്കെ കിട്ടുമ്പോൾ പറയാറുണ്ട് ഇതിൻ്റെ ലീഫ് കരിഞ്ഞാണ് ഇരിക്കണതെന്ന്. നിങ്ങൾക്ക് ഈ പ്ലാന്റ് സൈസിൽ കാണുമ്പോൾ അറിയാമല്ലോ. നെക്സ്റ്റ് വൺ വരുന്നത് ജെർബറ പ്ലാന്റ് ആണ്. ജെർബറയുടെ ട്രേ പ്ലാന്റ്സുകളാണ്, അതുകൊണ്ട് തന്നെ കളേഴ്സ് കൺഫേം ആയിരിക്കില്ല. ഈ പ്ലാന്റ്സുകളും നമ്മൾ ലീഫ് ഡിഫറൻറ്റ് നോക്കിയിട്ടാണ് അയച്ചു തരുന്നത്. നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. 5 കളേഴ്സ് ആയിരിക്കും. അപ്പോൾ ലീഫ് ഡിഫറൻറ്റ് നോക്കി അയക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കളേഴ്സ് സെലക്ട് ചെയ്യാൻ കഴിയില്ല. 5 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 475 രൂപയാണ്. എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. ഇവ നിങ്ങൾക്ക് റാപ്പ് ചെയ്ത ശേഷം ആ മണ്ണൊന്നും ഇളകിപ്പോവാത്ത, അതിൻ്റെ ആ പോട്ടി മിക്സ് ഇളകിപ്പോവാത്ത രീതിയിലായിരിക്കും അയച്ചു തരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഡയാന്തസ് പ്ലാന്റ് ആണ്. ഡയാന്തസിൻ്റെ 9 കളേഴ്സാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 9 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 450 രൂപയാണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണിത്. കിട്ടിയ ഉടൻ തന്നെ നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്, ചെറിയൊരു ഷെയ്ഡിൽ വെക്കണം. അടുത്തായിട്ട് പെൻഡാസ് ആണ് കേട്ടോ. പെൻഡാസിൻ്റെ 4 കളേഴ്സാണ്. 4 ഡിഫറെൻറ്റ് കളേഴ്സിന് വരുന്ന പ്രൈസ് 399 രൂപയാണ്. എല്ലാം തന്നെ പൂക്കളോ മൊട്ടോ ഒക്കെ ആയി നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു കുറ്റിച്ചെടി കൂടിയാണ് ഈ ഒരു പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് വെറോണിക്കയാണ്. വെറോണിക്കയുടെ 2 ഷെയ്ഡ്സാണ് കേട്ടോ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്, ബ്ലൂവും പിങ്കും. നമുക്ക് ബാൽക്കണിയിലോ ചെറിയൊരു ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയൊരു ഫ്ലവറിങ് സ്ട്രബാണ് ഈ ഒരു വെറോണിക്ക പ്ലാന്റ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോവില്ല, കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകും. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല, എല്ലാ ക്ലൈമറ്റിലും പൂക്കളുണ്ടാകും. ഈ 2 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 299 രൂപയാണ്.
ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും കറക്റ്റ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് നിൽക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ ആ കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് പിന്നെ ഇക്സോറ പ്ലാന്റ്സുകളാണ്. ഇത് ഇൻഡോർ ഇക്സോറ പ്ലാന്റ്സ് അല്ല, നമ്മൾ നോർമൽ ടൈപ്പ് നമുക്ക് പുറത്ത് വെച്ച് വളർത്താൻ പറ്റിയ ഇക്സോറ പ്ലാന്റ്സ് ആണ്. ഇതിൽ ഹൈബ്രിഡ് ടൈപ്പ് മാത്രമല്ല നോർമൽ നാടൻ ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് വെച്ച് പോകുന്നതുണ്ട്, അതുപോലെ തന്നെ കുറച്ചൊന്ന് ബുഷായി നിൽക്കുന്നതുണ്ട്, മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്. അങ്ങനെ 10 കളേഴ്സാണ് ഇതിൻ്റെ ഇതുള്ളത്. അതിൽ പിങ്ക് ആണെങ്കിലും ലൈറ്റ് പിങ്ക് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്, ഓറഞ്ചിൻ്റെ തന്നെ 2 ഷെയ്ഡ് വരുന്നുണ്ട്. യെല്ലോ ആണെങ്കിൽ ഇതുപോലെ സാൻഡൽ യെല്ലോ കളറും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ നല്ല ഡാർക്ക് യെല്ലോ ഇതുപോലത്തെ യെല്ലോയും ഉണ്ട്. അങ്ങനെ മിനിയേച്ചർ ലീഫിൽ ഓറഞ്ച് ഫ്ലവർ വരുന്നുണ്ട്, നമ്മുടെ നോർമൽ ടൈപ്പ് നാടൻ ഓറഞ്ച് ഉണ്ട്. ഇങ്ങനെ 10 കളേഴ്സ് വരുന്നുണ്ട്. 10 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 650 രൂപയാണ്. ഈ സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കളാകും. മാത്രമല്ല എല്ലാ ക്ലൈമറ്റിലും നല്ല ചൂടത്തും തണുപ്പത്തും മഴക്കാലത്തൊക്കെ ഇതിൽ പൂക്കളുണ്ടാവുകയും ചെയ്യും. അടുത്തതായിട്ട് വരുന്നത് എപ്പിഡൻഡ്രം ഓർക്കിഡാണ്. ഇതിൻ്റെ 4 കളേഴ്സാണുള്ളത്. റെഡ്, ഓറഞ്ച്, ഒരു പിങ്ക്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക്, ഒന്നൊരു മജന്ത ഷെയ്ഡ്, പിന്നെ ലൈറ്റ് പിങ്ക്. 4 പ്ലാന്റിന് വരുന്ന പ്രൈസ് 1450 രൂപയാണ്. ഏകദേശം പ്ലാന്റ്സുകളൊക്കെ മൊട്ടോ പൂവൊക്കെ ആയി നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ്. അടുത്തായിട്ട് വരുന്നത് ബ്രഡ്ഫെൽസിയ പ്ലാന്റ്, യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ 3 വെറൈറ്റീസാണ് കേട്ടോ ഉള്ളത്. നാടൻ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വെരിഗേറ്റഡ്, പിന്നെ ഹൈബ്രിഡ്. ഇങ്ങനെ 3 വെറൈറ്റീസാണ്. 3 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും. നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ്. ഈ കവറോട് കൂടിയാണ് നമ്മൾ അയക്കുക, കുറച്ച് മണ്ണ് ഒഴിവാക്കിയ ശേഷം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്യേണ്ട. കവറിൽ കിട്ടുന്ന ഒരു പ്ലാന്റ്സ് നിങ്ങൾ പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്യേണ്ട. അതിലേക്ക് അല്പം മണ്ണിട്ട് വെച്ച ശേഷം നിങ്ങൾ പതുക്കെ റീപ്പോർട്ട് ചെയ്താൽ മതി. അടുത്തതായിട്ട് കമേലിയ പ്ലാന്റ്സ് ആണ്. കമേലിയയുടെ ചെറിയ പ്ലാന്റ്സുകളാട്ടോ. ഈ സൈസിലുള്ള 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് 750 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ടിബോച്ചിന പ്ലാന്റ് ആണ്. ടിബോച്ചിനയുടെ 2 വെറൈറ്റീസാണ്, മിനിയേച്ചർ ടൈപ്പും അതുപോലെ തന്നെ വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ടൈപ്പും. ഇങ്ങനെ 2 വെറൈറ്റീസാണ്. രണ്ടും സെയിം കളറാണ്, പക്ഷേ ഡിഫറെൻറ്റ് സൈസ് ലീഫും ഫ്ലവറൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും. ഇതിൻ്റെ 2 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 199 രൂപ മാത്രമാണ്. അടുത്തതായിട്ട് വരുന്നത് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഡെയ്സി പ്ലാന്റ്സ് ആണ്. ഡെയ്സി പ്ലാന്റ്സിൻ്റെ 3 ഷെയ്ഡ്സാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. മജന്ത ഷെയ്ഡ്, ബ്ലൂ ഷെയ്ഡ്, പിന്നെ വൈറ്റ്. ഇങ്ങനെ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കവറിൽ തന്നെയാണ് അയച്ചു തരുന്നത്. പെട്ടെന്ന് പുതിയ തൈകൾ പൊട്ടി വരുന്നൊരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ചെമ്പകമാണ്. ഗോൾഡൻ കളറും ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റും ഉണ്ട്. ഇതെല്ലാം തന്നെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പൂക്കളാവുന്നുണ്ട്. 2 പ്ലാന്റിന് വരുന്ന പ്രൈസ് 599 രൂപയാണ്. അടുത്തതായിട്ട് ഇൻഡോർ ഇക്സോറ പ്ലാന്റ്സ് ആണ്. നമ്മൾ നേരത്തെ കണ്ടത് പുറത്ത് വയ്ക്കുന്ന നോർമൽ ടൈപ്പ്. ഇത് ഇൻഡോർ ഇക്സോറ പ്ലാന്റ്സ് ഒരുപാട് ഹൈറ്റ് വയ്ക്കില്ല. 4 കളേഴ്സാണ് ഇതിൻ്റെത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 4 കളേഴ്സിൻ്റെ ഫുൾ പോട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഫുൾ പോട്ടായിട്ടാവുമ്പോൾ അതിൽ 3 ഷൂട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. സിംഗിൾ ഷൂട്ടായിട്ടുള്ളത് ഓരോ ഷൂട്ടായിട്ടുള്ള അങ്ങനത്തെ പ്ലാന്റ്സുമാണ്. ഈ 4 കളേഴ്സ് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഫുൾ പോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പോട്ട് ഒഴിവാക്കിയ ശേഷം ഒരു കവറിലേക്ക് മാറ്റിയിട്ട് ഇതിൽ നിന്ന് പോട്ടിൽ നിന്ന് എടുത്ത് കവറിലേക്ക് മാറ്റിയിട്ടാണ് അയക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് 4 പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് 999 രൂപയാണ്. ഓറഞ്ച്, റെഡ്, യെല്ലോ, പിങ്ക്, പിന്നെ സിംഗിൾ ഷൂട്ട് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും. 4 സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 499 രൂപയാണ്. ഏത് കോംബോ നിങ്ങൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അടുത്തായിട്ട് റോസിഡോ പ്ലാന്റ്സ് ആണ്. റോസിഡോയുടെ 3 കളേഴ്സ് കേട്ടോ. റോസിഡോയുടെ 3 കളർ എന്ന് പറയുമ്പോൾ യെല്ലോ, അതുപോലെ തന്നെ പിങ്ക്, പിന്നെ വൈറ്റ്. ചിലത് പിങ്കും ഉണ്ട്, അതുപോലെ തന്നെ റെഡ് വരുന്നതും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 3 കളേഴ്സ് എന്ന് പറയുന്നത്.
3 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 399 രൂപ. അടുത്തതായിട്ട് നാടൻ ആന്തൂറിയം പ്ലാന്റ്സ്, കട്ട് ഫ്ലവർ ആന്തൂറിയം, വലിയ പൂക്കളുണ്ടാകുന്ന ടൈപ്പാണിത്. നമ്മുടെ മിനിയേച്ചർ ടൈപ്പല്ല, ആദ്യമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത് ഈ സൈസിലുള്ളതാണ്. ഇത് 3 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 999 രൂപയാണ്. നെക്സ്റ്റ് വൺ ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. ബേർഡ് ഓഫ് പാരഡൈസിൻ്റെ വൈറ്റ്, യെല്ലോ, ഓറഞ്ച് ഇങ്ങനെ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. 3 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 450 രൂപയാണ്. ആദ്യം നമ്മളെടുത്തുള്ളത് ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സുകളാണുള്ളത്. അതാണ് പ്രൈസ് ചേഞ്ച് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് പെട്രിയ പ്ലാന്റ്സ് ആണ്. പെട്രിയയുടെ 2 കളേഴ്സ്, അതിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ്സ് കേട്ടോ, പൂക്കളൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സും ഉണ്ട്. പിന്നെ ഇപ്പോൾ ഫ്ലവറിങ് ഒന്ന് കഴിഞ്ഞു, അതുകൊണ്ട് എല്ലാം തന്നെ പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് അല്ല, എന്നാലും ഈ സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും. 2 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 950 രൂപയാണ്. അടുത്തതായിട്ട് വെരിഗേറ്റഡ് ജെയ്ഡ് പ്ലാന്റ് ആണ്. ഈ വെരിഗേറ്റഡ് ജെയ്ഡിൻ്റെ 2 വെറൈറ്റീസാണുള്ളത്. ഒന്നിലൊരു പിങ്ക് ഷെയ്ഡ് കൂടുതൽ വരുന്നതും പിന്നെ വൈറ്റ് ഷെയ്ഡായിട്ട് ഇതുപോലെ 2 ടൈപ്പാണുള്ളത്. പോട്ടോട് കൂടിയിട്ട് തന്നെയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. 2 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 350 രൂപയാണ്. നേരത്തെ നമ്മൾ കണ്ടത് പെട്രിയയുടെ വലിയ സൈസായിരുന്നു. ചെറിയ പ്ലാന്റ്സും നമ്മളടുത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് വൈറ്റും വയലറ്റും അടങ്ങിയ ഈ 2 സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വരുന്ന പ്രൈസ് 250 രൂപയാണ്. ഈ സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും. നിങ്ങൾ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട, എടുത്ത് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്, നല്ല ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ടാണ്. അടുത്തതായിട്ട് ചൈനീസ് ബാൾസം പ്ലാന്റ് ആണ്. ചൈനീസ് ബാൾസത്തിൻ്റെ 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും. ഈ 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൻ്റെ ജിഫി പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ജിഫിയുടെ ആ ഒരു പ്രതലം ഉണ്ടല്ലോ, ജിഫി ബാഗിൻ്റെ, അത് നിങ്ങൾ പതുക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ നിന്ന് റൂട്ട് പുറത്തേക്ക് വരും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴും ആ ഒരു ജിഫി ബാഗ് പെട്ടെന്ന് മണ്ണിൽ അങ്ങോട്ട് ഇതായി പോവാത്തത് കൊണ്ടാണ് നമ്മൾ ആ ജിഫിയുടെ ഭാഗം ഒഴിവാക്കാൻ പറയുന്നത്. 10 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 370 രൂപയാണ്. ഈ സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതുപോലെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ലീഫ് ഡിഫറൻറ്റ് നോക്കി അയക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കളേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. 10 ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും, പക്ഷേ ഓരോ കളേഴ്സും ഏതാണെന്ന് കൺഫേം പറഞ്ഞ് തരാനായിട്ട് സാധിക്കുകയില്ല. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക്, ഞാൻ എടുത്തു പറയുന്നു, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ കോൾ എടുക്കാൻ മടിച്ചിട്ടൊന്നുമല്ല, ചിലപ്പോൾ എന്തെങ്കിലും തിരക്കായിരിക്കാം. പകൽ സമയത്തൊക്കെ സ്റ്റാഫ് പാക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ചില പ്ലാന്റ്സൊക്കെ എടുത്തു വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ സ്റ്റിക്കർ അടിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കോൾ എടുത്തിട്ട് കറക്റ്റ് നമുക്ക് റിപ്ലൈ തരാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ടൈമിൽ കറക്റ്റ് റിപ്ലൈ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. റിപ്ലൈ കിട്ടാനോ അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് റിപ്ലൈ വരാനൊക്കെ ലേശം വൈകിപ്പോയാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. എല്ലാവരുടെയും മെസ്സേജ് അന്നാന്ന് ദിവസം നോക്കി ക്ലിയർ ചെയ്ത് റിപ്ലൈ അയക്കുന്നതായിരിക്കും. അത് എത്ര ലേറ്റായാലും നമ്മൾ മാക്സിമം ഓരോ മെസ്സേജുകളും തീർക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഈ ഓഫറൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോകുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാൻസുകൾ അയക്കുന്നതാണ്. ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഹോം ഡെലിവറി ആയിട്ട് പ്ലാൻസുകൾ വീട്ടിലെത്തുന്നതായിരിക്കും. ഇന്ത്യൻ പോസ്റ്റ് വഴി അയച്ചിട്ട് നിങ്ങളോട് കളക്ട് ചെയ്യാനായിട്ട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞാൽ ആരും പോവരുത്, നമ്മളെ വിളിച്ച് വിവരം അറിയിക്കേണ്ടതാണ്. അത് ഹോം ഡെലിവറി ആയിട്ട് വീട്ടിൽ കിട്ടണം എന്നുള്ള ഒരു റൂൾ ഉള്ളതാണ്. അതുകൊണ്ട് ആരും തന്നെ പോയി കളക്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്, അവരോട് കൊണ്ടുതരാൻ പറയുക. പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് വിവരം അറിയിക്കേണ്ടതാണ് കേട്ടോ. വീഡിയോയിൽ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെടികളെ സ്നേഹിക്കുന്നവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഗാർഡനിങ്.